കഴിഞ്ഞ 10 വർഷക്കാലത്തിനകം കിംസിൽ നിർണായകമായ ചില ആദ്യ സംരംഭങ്ങൾ ലോകത്തിൽ തന്നെയും ചില കാര്യങ്ങളിൽ റെക്കോർഡ് സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന് ചുരുക്കി പ്രേക്ഷകരെ അറിയിക്കാൻ പറ്റുമോ? എവിടെയൊക്കെയാണ് മൈൽ സ്റ്റോൺസ്, നാഴികക്കല്ലുകൾ? ഞങ്ങളെല്ലാം വെളിയിൽ പോയിട്ടും എല്ലാം ഉണ്ടായിട്ടുള്ള ഈ നല്ല കുറച്ച് അറിവുകളും പരിചയങ്ങളും നമ്മുടെ നാട്ടിനെ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ബേസിക് ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് തുടങ്ങിയത്. ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഈ ഹെൽത്ത് കെയർ ഡെലിവറിയുടെ കൂടെ അക്കാഡമിക്സും എഡ്യൂക്കേഷനും കൂടെ കൊണ്ടുവന്നില്ലെന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് എപ്പോഴും താഴോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ 10 അല്ല, ആക്ച്വലി 14ഓളം പോസ്റ്റ് ഡോക്ടറൽ കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ കോഴ്സസും ഇന്ന് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് സെലക്ട് ചെയ്യല്ല, ഒരു നാഷണൽ ബോർഡ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ നാഷണൽ ബോർഡിൽ ഇന്ത്യയിൽ ഒന്നോ രണ്ടാമതോ ഉള്ള കാൻഡിഡേറ്റ്സ് എല്ലാം ഇപ്പോൾ കിംസിലാണ് വരുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റുഡൻസിനെ എല്ലാം വെച്ചിട്ട് റിസർച്ച് ചെയ്യാനും അവർക്ക് തീസിസ് സബ്ജക്റ്റായിട്ട് കൊടുക്കാനായിട്ട് നല്ല ഒരു അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂടുതൽ റിസർച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ. അതുപോലെ തന്നെ ഡോക്ടർ വിജയരാഘവൻ്റെ ആഭിമുഖ്യത്തിൽ സൊസൈറ്റി ഓഫ് കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സോക്കോമർ എന്നുള്ള ഒരു സൊസൈറ്റിയും ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതിലൊരു ഫണ്ടുണ്ടാക്കി ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫണ്ട് വെച്ചിട്ടാണ് പല റിസർച്ചും പല തീസിസ് സബ്ജക്ട്സും ഉണ്ടാക്കുന്നത്. ഈ അഡ്വാൻസ് കാര്യങ്ങളിൽ പലതും ഇൻ്റർനാഷണലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുവന്നിട്ട് പ്രയോഗിച്ചിട്ടുള്ളത്. പക്ഷേ പലതും ഇന്ത്യയിൽ ഇപ്പോൾ ഈയിടെ തന്നെ എക്മോ എന്ന് പറഞ്ഞിട്ട്, അതായത് ഹാർട്ട് പ്രവർത്തിക്കാതെ ഓക്സിജനേഷൻ നടത്തി എക്മോ എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീനുണ്ട്. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഒരു കുട്ടിയെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. ഒരു H1N ഉണ്ടായിരുന്ന 17 വയസ്സുള്ള ഒരു കുട്ടിയെ 7 ദിവസം ഹാർട്ട് ബൈപ്പാസ് ചെയ്ത് സർക്കുലേഷൻ നടത്തി അതിൻ്റെ ലങ്സ് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്തപ്പോൾ ആ കുട്ടിയെ റിക്കവർ ചെയ്യാൻ പറ്റി. അത് ഹോസ്പിറ്റലിൽ നിന്ന് നടന്ന് വെളിയിലേക്ക് പോയി. അതേപോലെ ആദ്യമായിട്ട് ഇൻട്രാകാർഡിയാക് ICD എന്ന് പറയും, ഇൻട്രാകാർഡിയാക് ഡീഫിബ്രിലേറ്റർ. അതായത് ഹാർട്ട് അടിക്കുന്നത് ഇങ്ങനെ ഫിബ്രിലേഷൻ ഉണ്ടാകും. അപ്പോൾ അത് സാധാരണ ഷോക്ക് കൊടുത്താണ് ഡീഫിബ്രിലേറ്റ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും ആ സമയത്തിന് അത് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ പലർക്കും വളരെ ഇങ്ങനെ ഈ ഡീഫിബ്രിലേഷൻ വരുന്നതിനെ ആ ഹാർട്ടിനകത്ത് തന്നെ ഒരു ഇംപ്ലാന്റ് നമ്മളിടും. അപ്പോൾ ആ ഇംപ്ലാന്റ് ഇട്ടതിൽ ഞങ്ങളൊരു പയനിയറാണ് ഇവിടെ. അതും വളരെ ഫ്രീ ആയിട്ട് ഒരു 10-20 വയസ്സുള്ള ഒരു കുട്ടിക്കാണ്, 20 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചെയ്തു കൊടുത്തു. അതിനെ നമ്മുടെ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു 7 പ്രാവശ്യം ഇങ്ങനെ ഫിബ്രിലേഷൻ വന്നു. ഓരോ പ്രാവശ്യവും ഷോക്ക് കൊടുത്ത് ശരിയാക്കി. പക്ഷേ വീട്ടിൽ പോകുമ്പോൾ ആര് കൊടുക്കും ഷോക്ക്? ആരും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഇതിട്ടു. അതിനുശേഷം ആ കുട്ടി ഇപ്പോൾ കോളേജിലോ ഇപ്പോൾ ജോലിയെല്ലാം ചെയ്യണം. അങ്ങനെ പല വിധത്തിലുള്ള മോഡേൺ മെഡിസിൻ്റെ പല ഇമ്പ്രൂവ്മെൻറ്റ്സും പല കണ്ടുപിടുത്തങ്ങളും നമുക്കിവിടെ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ ചാരിതാർത്ഥ്യമായ കാര്യം. സാമ്പത്തിക ശേഷി കുറഞ്ഞ രോഗികൾ, അവർക്ക് പക്ഷേ കിംസിലെ ചികിത്സ കൊണ്ട് ഗുണമുണ്ട്, അത് തുടരണം എന്നുള്ള അവസ്ഥയും. പക്ഷേ അവിടെ തുടർച്ചയായി ഹോസ്പിറ്റലൈസേഷനും മറ്റും ചിലപ്പോൾ ഇൻഷുറൻസ്, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഒന്നും ആ പരിധിയിൽ ഒന്നും വരാത്ത ആളുകളായിരിക്കും. അത്തരക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സഹായം ചെയ്യാനുള്ള ഒരു പ്രത്യേക ഫണ്ട് അങ്ങനെയൊന്നും ഉണ്ടോ കിംസിൻ്റെ? 2-3 വിധത്തിൽ ഞങ്ങൾ ആ ഫണ്ട് ഒരുക്കിയിട്ടുണ്ട്. കിംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷനുണ്ട്. ഇതിൻ്റെ കൂടെ ഈ സൊസൈറ്റിക്ക് റിസർച്ചിനുള്ളതുപോലെ കിംസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇത് വെളിയിൽ നിന്നുള്ള ഫണ്ട് വരികയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. പല ഷെയർ ഹോൾഡേഴ്സും ഞങ്ങളുടെ ഡയറക്ടേഴ്സും ഈയിടെയും ഒരാൾ 15 ലക്ഷം രൂപ അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു. എൻഡോവ്മെൻ്റ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ പലരും തന്നിട്ടുണ്ട്. ആ പൈസ ഉപയോഗിക്കും. ഹോസ്പിറ്റലിൽ തന്നെ ഒരു എമൗണ്ട് അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഈ ആവറേജായിട്ട് ഞങ്ങളുടെ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് 2 crores പെർ ഇയർ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്.
ഇൻഫാക്റ്റ് അതിനേക്കാളും ഈ 10-10.5 വർഷത്തിനിടയിൽ 25 കോടിയിൽ കൂടുതൽ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് പൈസയും സബ്സിഡൈസ്ഡ് കെയറിന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് ജനറൽ ഹോസ്പിറ്റലിലുള്ള, അതായത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതല്ലാതെ ടച്ച് എ ലൈഫ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് വഴി ക്യാൻസർ കെയർ ഞങ്ങളൊക്കെ കിംസ് പിനാക്കിൾ ക്യാൻസർ സെൻറ്റർ, കോംപ്രഹെൻസീവ് ക്യാൻസർ സെൻറ്റർ, അതാണ് KPCCC, മറ്റേ KPCSC അല്ല. അപ്പോൾ അതിൻ്റെ കീഴിൽ ടച്ച് എ ലൈഫ് ഫൗണ്ടേഷൻ വഴി ക്യാൻസറിന് അഫോർഡ് ചെയ്യാൻ, പല ക്യാൻസർ പേഷ്യൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാൻസറിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻറ്റിന് വളരെ സബ്സിഡൈസ്ഡ് ആയിട്ട് കെയർ കൊടുക്കുന്നു. സാധാരണ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാ ഡോക്ടേഴ്സിനും അറിയാവുന്നതെന്ന് വെച്ചാൽ, യാതൊരു കാരണവശാലും അവിടെ വരുന്നവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് റിഫ്യൂസ് ചെയ്യാൻ പാടില്ല. എമർജൻസിയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈഫ് സേവിങ് യാതൊരു വിധത്തിലുള്ള പൈസയുമില്ലാതെ കൊടുത്തതിന് ശേഷം അവർക്കൊരു ഓപ്ഷൻ കൊടുക്കും, നിങ്ങൾ ഇത് പ്രൊലോങ്ഡ് കെയറിനുള്ളതാണ്, അപ്പോൾ നിങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഞങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യും, മെഡിക്കൽ കോളേജിലോ ശ്രീത്രയിലോ എവിടെ വേണമെങ്കിലും പോകണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യും. അതല്ല അവിടെ കണ്ടിന്യൂ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യും. ഈ കഴിഞ്ഞ ആഴ്ച ഒരു കൊച്ചുകുട്ടി, 1 വയസ്സ് പോലും ആയിട്ടില്ല, ഒരു ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയും, ഈ വയറ്റിലെ എല്ലാം കൂടെ ലങ്സിലേക്ക് കയറിയിരിക്കും. ഈ ഡയഫ്രം വളരെ പൂറായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവിടെ കൊണ്ടുവന്നു. അത് ഡ്രൈവർ നേരെ SAT കൊണ്ടുപോകുന്നതിന് പകരം അവിടെ വെൻറ്റിലേറ്റർ ഇല്ലായിരുന്നത് കാരണം നേരെ കിംസിൽ കൊണ്ടുവന്നു. അതിന് ഒരു ഓപ്പറേഷൻ ചെയ്യണം, വളരെ എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം. ഞങ്ങളുടെ പീഡിയാട്രിക് സർജൻസ് എല്ലാവരും കൂടെ ടീമായിട്ട് ഓപ്പറേഷൻ ചെയ്തു, വെൻറ്റിലേറ്റർ ഇട്ടു, വളരെ സുഖമായിട്ട്. അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അങ്ങനെ അന്ന് ഓപ്പറേഷൻ ചെയ്ത കാരണം ആ കുട്ടി രക്ഷപ്പെട്ടു, കംപ്ലീറ്റ്ലി ഫ്രീ, അവരുടെ ഫുഡിൻ്റെ പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഒരു എമർജൻസി കെയറിൽ നല്ലപോലെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണെങ്കിൽ ഒരിക്കലും നമ്മൾ റിഫ്യൂസ് ചെയ്യാറില്ല. അതൊരു നിയമമാണ്. അതെങ്ങനെ മീറ്റ് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഇന്നുവരെ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ അതിൻ്റെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യും. പക്ഷേ സബ്സിഡൈസ്ഡ് കെയറായിട്ട് എന്നും ഈ ആളുകൾക്ക് അത് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കിംസിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അപ്പർ ക്ലാസ്സിൻ്റെ മാത്രമായിട്ടൊരു ഫീലിംഗ് ഒരിക്കലും അവിടെ വരാറില്ല. എന്നും എല്ലാവർക്കും ആവശ്യമുള്ള എല്ലാ വിധത്തിലുള്ള ആളുകളും വരുന്നൊരു സ്ഥലമാണ്.